ഈ മുടിയും കെട്ടി പൗഡറും ഇട്ട് എങ്ങോട്ടാന്നല്ലേ, വേറെ എവിടെയല്ല, വിളിക്കാത്തൊരു സ്ഥലത്തേക്ക് വലിഞ്ഞു കയറി പോകുന്നതാ. ചോറുണ്ട് കഴിഞ്ഞ് വരുമ്പോഴാണ് എവിടെ നിന്നോ ഒരു അശരീരി ഷോപ്പിങ്ങിന് പോകുന്നു. പിന്നെ ഒട്ടും നോക്കിയില്ല, കയ്യിൽ കെട്ടി ഒരു കുപ്പായവും എടുത്ത് മുടിയും കെട്ടി കുറച്ച് പൗഡറും ഇട്ട് എൻ്റെ വണ്ടിയും കൊണ്ട് ഞാനും റെഡി. അങ്ങനെ നേരെ ഇവരുടെ പിന്നാലെ വെച്ച് പിടിച്ചു. ഈ ഇവര് എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിമാരാണ്. അങ്ങനെ അവരുടെ കൂടെ പോയി അവരൊരു ATM ഫ്രണ്ടിൽ അങ്ങ് നിർത്തി, ഞാനും നിർത്തി. ക്ഷമയോടെ കാത്തു നിന്നു. അപ്പോഴേക്കും അവിടെ നിന്ന് പൈസയും കൊണ്ട് ഞങ്ങളുടെ റിസർവ് ബാങ്ക് ആയിട്ടുള്ള ATM കടന്നു വരുന്നു. ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിൽ തെളിയുന്നൊരു മുഖവും ഇത് തന്നെയാണ്. ഈ പൈസകളെല്ലാം സൂക്ഷിച്ചു വെക്കാൻ ഏറ്റവും ബെസ്റ്റ് ഇവക്കാണ്, ആരുവിന്. ബിഗ് ബോസ് കണ്ട് പ്രാന്തായതാണോന്നറിയില്ല, ആ ബാഗ് താഴെ വെക്കുകയേയില്ല. പച്ചത്തുള്ളിലെ ദിലീപ് കൊണ്ട് നടക്കുന്നില്ലേ, അതുപോലെ തന്നെ. എന്നിട്ട് പിന്നെ പൈസയൊക്കെ എടുത്തു വെച്ചിട്ട് നേരെ ഞങ്ങൾ പ്ലാത്തറയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴോ 2 കുടുംബിനിയുടെ കൂടെയല്ലേ ഞാൻ പോയത്. അവർക്ക് പൊട്ടുപൊടി, കടല, പരിപ്പ്, പഞ്ചസാര ഈ വക സാധനങ്ങളോടായിരുന്നു കുറച്ചുകൂടി നോട്ടം. എനിക്കാണെങ്കിൽ ബോറടിച്ചു തുടങ്ങി. ഞാനും എൻ്റെ പ്രിയപ്പെട്ട ഇടത്തിലേക്കൊന്ന് കണ്ണോടിച്ചു. ഹായ്, കണ്ണിന് കുളിർമ, മനസ്സിന് സന്തോഷം. അങ്ങനെ ഞാൻ എല്ലാം നോക്കി അതിൽ നിന്ന് എൻ്റെ ഫേവറേറ്റായ കുറേ സാധനങ്ങൾ ഞാനും അങ്ങ് എടുത്തിട്ടു. വീട്ടിലെ ഏറ്റവും ചെറുത് എന്ന നിലയിൽ വളരെ സന്തോഷം തോന്നുന്ന ചില നിമിഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഷോപ്പിങ്ങിന് പോകാം, പൈസയൊന്നും കൊടുക്കണ്ട, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങി ഇറങ്ങാം. ഇനി അടുത്ത സ്ഥലം പച്ചക്കറി വാങ്ങാനാണ്. അങ്ങനെ പച്ചക്കറി വാങ്ങാൻ 2 സ്ഥലത്ത് പോയി. 2 സ്ഥലത്തും ഫ്രഷായ പച്ചക്കറി ഇല്ല എന്നും പറഞ്ഞ് ഈ 2 പേരും അവിടെ നിന്ന് ഇറങ്ങി. നല്ല വെയില്, വയറ്റിൽ നിന്നാണെങ്കിൽ ഉൾവിളി തുടങ്ങി. അങ്ങനെ പോകുന്ന വഴിക്കാണ് കാപ്പി ചായ എന്നും പറഞ്ഞൊരു ബോർഡ് കാണുന്നത്. ഉള്ളിലേക്ക് നോക്കുമ്പോഴോ ആ ചില്ലുംകൊട്ട് കിടക്കുന്ന എല്ലാം കൂടി എന്നെ മാടി വിളിക്കാം. പിന്നെ ഒന്നും നോക്കിയില്ല, 2 പേരെയും പിടിച്ച പിടിയാൽ അങ്ങ് പിടിച്ച് നേരെ ഉള്ളിൽ പോയി. അങ്ങനെ ചില്ലുംകൊട്ടിലെ എല്ലാ സാധനവും വാങ്ങി, ഒരു 2 കാപ്പി, ഒരു ചായ, പിന്നെ ആ കാണുന്ന എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നോക്കി. എന്ത് ടേസ്റ്റാ! അപ്പോൾ ഉറപ്പായിട്ടും പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്, അടിപൊളി. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് വയറൊക്കെ നിറച്ച് പിന്നെ അങ്ങ് നടക്കാനൊന്നും പറ്റുന്നില്ല, എങ്ങനെയൊക്കെയോ വീട്ടിലെത്തി. അങ്ങനെ അവിടെ നിന്ന് വാങ്ങിയ സാധനം അപ്പൂനും ദച്ചുവിനും കൊടുത്തു. ദച്ചു ആണെങ്കിൽ അത് വാങ്ങിയപാട് സന്തോഷത്തിൽ പോയി. അപ്പു ആണെങ്കിൽ ഐസ്ക്രീം കിട്ടാത്ത മനോവിഷമത്തിൽ കരച്ചിലും പിഴിച്ചലും ഒക്കെ ആയി. ഇനി അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി വീണ്ടും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.